നമസ്കാരം. നമ്മള് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ആണ് 1-2 ക്ലാസ്സുകളിലായിട്ട് സെഷനുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഹൈഡ്രജന്റെ ഫോക്കസ് ഏരിയയിലെ അവസാനത്തെ ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റിയാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ നോക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റിയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല എന്താണ്? H2O2 എന്നാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. എങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നിർമ്മിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് നിർമ്മിക്കുന്നത് ബേരിയം പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിലേക്ക് നമ്മൾ അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തും, അതായത് ആസിഡ് ആഡ് ചെയ്യും. ബേരിയം പെറോക്സൈഡിന്റെ ഫോർമുല BaO2.8H2O എന്നാണ്. ഇതിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്യും. ആസിഡ് എന്ന് പറയുമ്പോൾ ഏത് ആസിഡ് ആഡ് ചെയ്യുന്നത്? H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്ന സമയത്ത് ബേരിയം പെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കോമ്പൗണ്ടിലേക്ക് H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് അത് ബേരിയം സൾഫേറ്റും ഹൈഡ്രജൻ പെറോക്സൈഡും വാട്ടറുമായിട്ട് മാറും. നമ്മളത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേരിയം പെറോക്സൈഡിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു കോമ്പൗണ്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിടക്കും. നമ്മൾ ഈ വാട്ടർ എന്ത് ചെയ്ത് പോകും? ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ബാക്കി അവിടെ ഉള്ള ലിക്വിഡ് ഫോം എന്ന് പറയുന്ന ഏതായിരിക്കും? ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് പ്യുവർ സ്റ്റേറ്റിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേറൊന്നിനോട് മിക്സ് ആവാതെ പ്യുവർ സ്റ്റേറ്റിൽ കാണപ്പെട്ടാൽ വെരി പെയിൽ ബ്ലൂ ലിക്വിഡ് ആയിട്ടാണ് ഏത് കാണപ്പെടുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വാട്ടർ സോല്യൂബിൾ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടർ സോല്യൂബിൾ ആവാൻ കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറുമായി ചേർന്ന് കഴിഞ്ഞാൽ H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് വാട്ടർ മോളിക്യൂളുമായിട്ട് ചേർന്ന് ഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറുമായി ചേർന്ന് H2O2.H2O എന്ന് പറയുന്ന ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഏത് കാണപ്പെടുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂള് കാണപ്പെടുന്നത്. ഈ ഹൈഡ്രേറ്റുകളായി കാണപ്പെട്ടാൽ, അതായത് വാട്ടർ മോളിക്യൂളുകളുമായി അസോസിയേറ്റ് ചെയ്ത് കാണപ്പെട്ടാൽ ആ വസ്തുക്കൾ എന്തായാലും വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കും. സോല്യൂബിൾ എന്ന് പറയുന്ന വാക്കാണ് എന്ന് പറയുന്നത് മിസിബിൾ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് മിസിബിൾ വിത്ത് വാട്ടർ ഇൻ ആൾ പ്രപ്പോർഷൻ. അതായത് ഏത് റേഷ്യോയിൽ നിങ്ങൾ എടുക്കുക, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡ് 1:1 1:2 ഏത് റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാലും വാട്ടർ ഈസ് സോലുബിൾ ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയാൻ കഴിയും. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 272.4 ആണ്. ബോയിലിംഗ് പോയിന്റ് 423 കെൽവിൻ ആണ്. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 1.9 ആണ്. വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ അതിന്റെ വേപ്പർ ഉണ്ടാക്കുന്ന പ്രഷർ. ഓക്കെ, ഇനി ഡെൻസിറ്റി 1.64 ആണ്. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലുള്ള ഡെൻസിറ്റിയാണ് 1.64. ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ അതിന്റെ ഡെൻസിറ്റി എത്രയായി മാറുന്നു? കുറഞ്ഞ് 1.44 ആകുന്നു. അതിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. വാട്ടറിനേക്കാളും വിസ്കസ് ആയിട്ടുള്ള, വിസ്കസ് എന്ന് വെച്ചാൽ എന്താണ്? ഒഴുകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ലിക്വിഡ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം, H2O2 എന്നാണ്. നമ്മൾ വിചാരിക്കും ഈ രണ്ട് എച്ചും 2 ഓയും എല്ലാം ഒരേ പ്ലെയിനിലാണ്, ഒരേ സർഫസിലാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചർ ആണ്. ഒരു ബുക്കിനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓപ്പൺ ബുക്കിലേക്ക് സ്ട്രക്ചർ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കാണാൻ കഴിയുന്നത് ആ ഒരു സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്? ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ളത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഗ്യാസ് ഫേസിലും സോളിഡ് ഫേസിലുമുള്ള 2 സ്ട്രക്ചറുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ 2 സ്ട്രക്ചറുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതുപോലെ ഉള്ള 2 സ്ട്രക്ചറുകളാണ് ഈ ഗ്യാസ് ഫേസിൽ. ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഗ്യാസ് ഫേസിൽ എടുത്താലും സോളിഡ് ഫേസിൽ എടുത്തു കഴിഞ്ഞാലും രണ്ടിനും എന്ത് സ്ട്രക്ചർ ആണ്? ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ലാപ്ടോപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്? ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ളത്. ഈ സ്ട്രക്ചർ പരീക്ഷയ്ക്ക് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ സഹിതം വരയ്ക്കണം. നിങ്ങൾ നോക്കിയേ, 2 ഡിഫറന്റ്, ഇതൊരു പ്ലെയിൻ ആണ്, ഇത് വേറൊരു പ്ലെയിൻ ആണ്. അപ്പൊ 2 ഡിഫറന്റ് പ്ലെയിനുകളിലായിട്ടാണ് ഹൈഡ്രജനെയും ഓക്സിജനെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾ നോക്കിയാൽ കാണാം ഈ രണ്ട് ലാപ്ടോപ്പിന്റെ ഈ ജോയിനിങ് ഇല്ലേ, ആ ജോയിനിങ്ങിൽ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, താഴോട്ട് ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ ഇങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിലെ ആറ്റങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഹൈഡ്രജൻ പെറോക്സൈഡില് ദാ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഈ ഒരു പ്ലെയിനും ഈ ഒരു പ്ലെയിനിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 111.5 ഡിഗ്രിയാണ്. പക്ഷേ സോളിഡ് ഫേസിലാണെങ്കിലോ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90.2 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നോക്കൂ, എച്ചിനും ഓയ്ക്കും ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ 94.8 ഡിഗ്രിയാണ്. പക്ഷേ സോളിഡ് ഫേസിലാണെങ്കിലോ എച്ചിനും ഓയ്ക്കും ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്? 101.9 ഡിഗ്രിയാണ്. ഇവിടെ ഓക്സിജനും ഇടയിലുള്ള ബോണ്ട് ലെങ്ത് 1.47 ആംസ്ട്രോങ് ആണ്. പക്ഷേ ഇവിടെ ഓക്സിജനും ഇടയിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.46 ആംസ്ട്രോങ് ആണ്. ഇവിടെ ഓയ്ക്കും എച്ചിനും ഇടയിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 0.95 ആംസ്ട്രോങ് ആണ്. ഇവിടെ ഓയ്ക്കും എച്ചിനും ഇടയിലുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 0.98 ആംസ്ട്രോങ് ആണ്. അപ്പൊ ഈ ഒരു രണ്ട് സ്ട്രക്ചറുകൾ നിങ്ങൾ വ്യക്തമായിട്ട് വരച്ച് പഠിച്ചിരിക്കണം. ആംഗിൾ സഹിതം, പ്ലെയിനുകൾ സഹിതം, ആംഗിൾ സഹിതം, ഓരോ ആറ്റങ്ങളുടെയും പൊസിഷൻ സഹിതം വ്യക്തമായി വരച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, സോളിഡ് ഫേസിലാണെങ്കിലും ഗ്യാസ് ഫേസിലാണെങ്കിലും ഹൈഡ്രജൻ പെറോക്സൈഡിന് എന്ത് സ്ട്രക്ചർ തന്നെയാണ്? ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ തന്നെയാണ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കണം. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ഒരേ സമയം ആക്ട് ചെയ്യുന്നുണ്ട്. ഒരേ സമയം ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ എന്തായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ഏതൊക്കെ മീഡിയത്തില്? അസിഡിക് മീഡിയത്തില്, ആസിഡിന്റെ പ്രസൻസിലും ആൽക്കലിയുടെ പ്രസൻസിലും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ആക്ടിങ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. എന്താ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഡക്ഷൻ നടക്കുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്, അല്ലെങ്കിൽ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഇങ്ങനെ പറയാം, ആസിഡ് മീഡിയത്തിൽ ഇത് ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആസിഡിക് മീഡിയത്തിൽ ഇത് റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാം. ഓക്സിഡേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ഓക്സിഡൈസിങ് ഏജന്റ്, റിഡക്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ബി കാൾഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, ഇത് അസിഡിക് മീഡിയത്തില് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. ആസിഡ് എന്ന് പറയുമ്പോൾ ഏതിന്റെ സാന്നിധ്യം ഉണ്ട്? H+ന്റെ സാന്നിധ്യം അല്ലെ. ആ H+ന്റെ സാന്നിധ്യത്തില് Fe2+ അയോണുകൾ Fe3+ ആയി മാറും. ആരുടെ സാന്നിധ്യം കൂടെ വേണം ഇവിടെ? ആരുടെ പ്രസൻസും കൂടെ വേണം? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസും കൂടെ വേണം. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസില്, ആസിഡിന്റെ പ്രസൻസില് Fe2+ അയനുകൾ Fe3+ ആയി മാറും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ 2+ ആണ് ചാർജ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. ഇവിടെ എത്തിയപ്പോ അയണിന്റെ ചാർജ് എത്രയായി? 3+ ആയി. ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? 2-ൽ നിന്ന് 3-ലേക്ക് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു എന്നാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ എന്നാണ്. അതായത് Fe2+ Fe3+ ആയി മാറിയപ്പോൾ Feയുടെ ഓക്സിഡേഷൻ നമ്പർ 2-ൽ നിന്ന് 3-ലേക്ക് കൂടുന്നു. അതായത് Feക്ക് ഓക്സിഡേഷൻ നടക്കുന്നു. ആരുടെ സാന്നിധ്യത്തിൽ? ആസിഡിന്റെ സാന്നിധ്യത്തിൽ. ആരാണ് ഓക്സിഡേഷന് സഹായിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് സഹായിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ആക്ടിങ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ അസിഡിക് മീഡിയം എന്ന് പറയാം. ഇനി ഇതേപോലത്തെ അടുത്തൊരു റിയാക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് മീഡിയത്തിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയും അതേപോലെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ അസിഡിക് മീഡിയത്തിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ പറയാം. MnO4- എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമാംഗനേറ്റ് അയോൺ. പെർമാംഗനേറ്റ് അയോൺ ആസിഡിന്റെ സാന്നിധ്യത്തിൽ, പെർമാംഗനേറ്റ് അല്ലെങ്കിൽ MnO4- അയോൺ ആസിഡിന്റെ സാന്നിധ്യത്തിലും H2O2ന്റെ സാന്നിധ്യത്തിലും Mn2+ ആയി മാറും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, MnO4- ഇവിടെ എന്തായി മാറുകയാണ്? Mn2+ ആയി മാറുകയാണ്. നോക്കാം നമുക്ക്. ഓക്സിജന്റെ ചാർജ് -2 ആണ്. മാംഗനീസിന്റെ ചാർജ് അറിയില്ല, X കൊടുക്കുന്നു. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ X -2 × 4 = -8 ഇവിടത്തെ ചാർജ് എത്രയാണ്? -1. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഹൈഡ്രജൻ എന്ന് പറയുന്ന റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ
ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ സെഷൻ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുക. അറിഞ്ഞുകൂടാത്തവർ അത് കണ്ടിട്ട് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്? എക്സ് ആണ്. ഓക്സിജന്റെ ചാർജ് എത്രയാണ്? -2 ആണ്. അപ്പോൾ എക്സ് -2 × 4 -8 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ ചാർജ് എത്ര? -1. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -1 -8 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +8 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു +7. അതായത് നിങ്ങൾ അറിയേണ്ടത് MnO4- അല്ലെങ്കിൽ പെർമാംഗനേറ്റിൽ മാംഗനീസിന്റെ ചാർജ് +7 ആണ്. അതെന്തായി മാറുന്നു എന്നാണ് പറയുന്നത്? Mn2+ ആയി മാറുന്നു. അതായത് മാംഗനീസിന്റെ ചാർജ് 7ൽ നിന്ന് 2ലേക്ക് കുറയുന്നു എന്നാണ്. ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ്. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ പ്രോസസ്. അവിടെ മാംഗനീസിന് എന്ത് സംഭവിക്കുകയാണ്? റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുകയാണ്. MnO4- Mn2+ ആവുമ്പോൾ മാംഗനീസിന്റെ ചാർജ് +7ൽ നിന്ന് +2ലേക്ക് കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 5 കുറയുന്നു എന്നാണ്. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. MnO4- Mn2+ ആയി മാറുന്നു. ആസിഡിന്റെ സാന്നിധ്യത്തിൽ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ MnO4- Mn2+ ആയി മാറുമ്പോൾ മാംഗനീസിന്റെ ചാർജ് കുറയുന്നു. അതായത് മാംഗനീസിന് അവിടെ റിഡക്ഷൻ നടക്കുന്നു. റിഡക്ഷന് സഹായിക്കുന്നത് ആരാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഹൈഡ്രജൻ പെറോക്സൈഡ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇത് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും, ആസിഡിന്റെ സാന്നിധ്യത്തിലും ബേസിന്റെ സാന്നിധ്യത്തിലും ഒരുപോലെ ഇത് ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബേസിക് മീഡിയത്തിൽ ബേസിന്റെ പ്രസൻസിൽ OH- അയനുകളുടെ പ്രസൻസിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ, Fe2+ എന്നുള്ളത് Fe3+ ആയി മാറുന്നു. Fe2+ Fe3+ ആയി മാറുന്നു വെച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ചാർജ് കൂടുന്നു. ചാർജ് കൂടിയാൽ അവിടെ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ Fe2+ Fe3+ ആയി മാറുന്നു. അയണിന്റെ ചാർജ് 2+ നിന്ന് 3+ കൂടുന്നു. 2+ നിന്ന് 3+ കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അയണിന് എന്ത് സംഭവിക്കുന്നു എന്നാണ്? ഓക്സിഡേഷൻ സംഭവിക്കുന്നു എന്നാണ്. ഏതിന്റെ സാന്നിധ്യത്തിലാണ്? OH- അയനുകളുടെ സാന്നിധ്യത്തില്, അല്ലെങ്കിൽ ഏതിന്റെ സാന്നിധ്യത്തിൽ? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ. ഓർത്തു വെച്ചിരിക്കുക, Fe2+ അയോണുകൾ അല്ലെങ്കിൽ Fe2+ അയോണുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറസ് അയോണുകൾ. Fe3+ അയോണുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറിക് അയോണുകൾ. അപ്പൊ ഫെറസ് അയോണുകളെ ഫെറിക് അയോണുകളാക്കി മാറ്റുന്നത് ആര്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഏതിന്റെ സാന്നിധ്യം? ബേസിന്റെ സാന്നിധ്യം. അപ്പോൾ അത് ഓർത്തു വെച്ചിരിക്കുക. ഇനി മറ്റൊരു റിയാക്ഷൻ, റെഡ്യൂസിങ് ആക്ഷൻ ഇൻ ബേസിക് മീഡിയം. ഇത് ബേസിന്റെ പ്രസൻസിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. I2+ H2O2+ 2OH- gives 2I- plus 2H2O+ O2. ഈ റിയാക്ഷൻ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അയഡിൻ എന്ന് പറയുന്ന ഗ്യാസ് അയഡൈഡ് ആയി മാറുകയാണ്. അയഡിൻ എന്ന് പറയുന്ന ഗ്യാസ് എന്തായി മാറുകയാണ്? അയഡൈഡ് ആയി മാറുകയാണ്. അയഡിൻ I2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചാർജ് എത്രയാണ്? 0 ആണ്. I2ന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? 0. I2 എന്നതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? 0. I- ഓക്സിഡേഷൻ നമ്പർ എത്ര? -1. സോ 0യിൽ നിന്ന് -1ലേക്ക് കുറയുകയാണ്. I2 I- ആയി മാറുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0ത്തിൽ നിന്ന് -1ലേക്ക് കുറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പറിനെ ബേസ് ചെയ്ത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് പറയുന്നത് എങ്ങനെയെന്നും നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ വീഡിയോ സെഷൻസ് ചെയ്തപ്പോൾ അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഓക്സിഡേഷൻ നമ്പർ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ അയാൾക്ക് ഓക്സിഡേഷൻ നടക്കുന്നു എന്ന് പറയാം. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ അയാൾക്ക് റിഡക്ഷൻ നടക്കുന്നു പറയാം. ഇവിടെ നോക്കൂ, I2ന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. I- ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. 0ത്തിൽ നിന്ന് -1ലേക്ക് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു എന്നാണ്. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനെ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്നത് ആര്? ബേസിന്റെ സാന്നിധ്യത്തിൽ ആരാണ്? H2O2 ആണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് ബേസിന്റെ സാന്നിധ്യത്തിൽ I2 എന്നതിനെ, അയഡിൻ എന്നതിനെ എന്താക്കി മാറ്റുന്നു? I- അല്ലെങ്കിൽ അയഡൈഡ് ആയി മാറുന്നു. I2 I- ആയി മാറുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടക്കാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കുന്നു. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് is acting as a reducing agent in this reaction.
ഇനി ഇത് ഫോക്കസ് ഏരിയയിൽ നിങ്ങളുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്റ്റോറേജിനെ പറ്റി. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്റ്റോറേജിനെ പറ്റി ആ ഒരു ടോപ്പിക്ക് എടുത്ത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നുണ്ട്. എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കുന്നത് ഒന്നുകിൽ കറുത്ത കളർ ബോട്ടിലുകളിലോ അല്ലെങ്കിൽ വാക്സ് ലൈൻ ചെയ്ത ബോട്ടിലുകളിലോ ആണ്. ഒരു ബോട്ടിലിന്റെ ഉൾവശത്ത് വാക്സ് വാക്സ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കാം. അല്ലെങ്കിൽ കറുത്ത കളർ കുപ്പികളിൽ, ഡാർക്ക് കളർഡ് ബോട്ടിലുകളിലും നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കാം. വേറെ ഒരു സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉത്തരം വളരെ ക്ലിയർ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് സൺലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ, സൂര്യപ്രകാശം വന്ന് വീണ് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായി മാറും. ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക്, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല എന്താണ്? H2O2. ഇത് നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. H2O2ലേക്ക് സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം വന്ന് വീണ് കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് വാട്ടറും ഓക്സിജനുമായി മാറും. പിന്നെ അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടോ? ഇല്ല. ഹൈഡ്രജൻ പെറോക്സൈഡിന് നാശം സംഭവിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായി മാറുന്നു? വാട്ടറും ഓക്സിജനുമായി മാറും. അതാണ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും ഓക്സിജനുമായി മാറുന്നത് കൊണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഏതെങ്കിലും മെറ്റലുകളുടെ പ്രസൻസിലോ അല്ലെങ്കിൽ എന്താണ് ആൽക്കലികളുടെ പ്രസൻസ്, ആൽക്കലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കണ്ടെയ്നറുകളിലൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ആൽക്കലിയുടെ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റൽ സർഫസുകളിലോ മെറ്റൽ കണ്ടെയ്നറുകളിലോ ഗ്ലാസ് കണ്ടെയ്നറുകളിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് പറ്റും? ആൽക്കലിയുടെയും മെറ്റൽ സർഫസുകളുടെയും പ്രസൻസിൽ സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ, സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ, ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് വാട്ടറും ഓക്സിജനുമായി ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാക്സ് കൊണ്ട് പൊതിഞ്ഞ അല്ലെങ്കിൽ വാക്സ് പൂശിയിരിക്കുന്ന, വാക്സ് കൊണ്ട് ലൈൻ ചെയ്ത കുപ്പികളുടെ അകത്ത് അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ഉള്ളിൽ, കപ്പ് സിറപ്പൊക്കെ വാങ്ങിക്കില്ലേ, ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് ഇല്ലേ, അതേപോലത്തെ ബോട്ടിൽസിനുള്ളിൽ നമ്മൾ എന്ത് വയ്ക്കും? ഹൈഡ്രജൻ പെറോക്സൈഡിനെ വയ്ക്കും. അപ്പോൾ അങ്ങനെ ബോട്ടിലുകളില് ഡാർക്ക് കളർ ബോട്ടിലിലോ അല്ലെങ്കിൽ എന്താണ് വാക്സ് പൂശിയ ബോട്ടിലിന്റെ അകത്തോ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഒരു കാരണവശാലും ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് പതിക്കത്തില്ല. ഹൈഡ്രജൻ പെറോക്സൈഡിൽ പതിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, വാക്സ് ലൈൻഡ് ബോട്ടിൽസിലോ പ്ലാസ്റ്റിക് വെസൽ, ഡാർക്ക് പ്ലാസ്റ്റിക് വെസലുകളിലോ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന വസ്തു ഡീകമ്പോസ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വാക്സ് ലൈൻ ചെയ്തതിലോ സൂര്യപ്രകാശം കടക്കാത്ത കുപ്പികളിലോ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമുക്ക് പിന്നീടുള്ള കാലത്തേക്ക് കരുതി വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനായി സാധിക്കും. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി, ഹൈഡ്രജൻ പെറോക്സൈഡ് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടി അതിലേക്ക് സ്റ്റെബിലൈസറുകൾ ആഡ് ചെയ്യും. സ്റ്റെബിലൈസറുകൾ എന്ന് വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടി ഒരു വസ്തുവിലേക്ക് ചേർക്കുന്ന വസ്തുക്കളെയാണ് സ്റ്റെബിലൈസറുകൾ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ചേർക്കുന്ന സ്റ്റെബിലൈസറിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറയേണ്ടത് യൂറിയ എന്നാണ്. Also, hydrogen peroxide is kept away from dust because dust can induce explosive decomposition of the compound. ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് ഡസ്റ്റ് പൊടിപടലങ്ങളൊന്നും കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. ഡസ്റ്റ് ഫ്രീ ആയിട്ട് വേണം ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ഡസ്റ്റിന്റെ പ്രസൻസ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഡീകമ്പോസ് ചെയ്ത് എന്താക്കി മാറ്റാം? വാട്ടറും ഓക്സിജനുമാക്കി ഡീകമ്പോസ് ചെയ്ത് ഇല്ലാതാക്കാം. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. ആ ഇക്വേഷനും കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി അവസാനമായിട്ട് നമുക്കൊരു കാര്യം കൂടി നോക്കാനുണ്ട്. എന്താണ്? യൂസസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ യൂസ് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഹെയർ ബ്ലീച്ച് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹെയർ കളറിങ്ങിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് എന്ന് വെച്ചാൽ കളർ മാറ്റുന്നതിന് എന്നാണ്. ഇനി മൈൽഡ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട്, അണുനാശിനിയായിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഈ കൈകളിലൊക്കെ മുറിവുകൾ വരുമ്പോൾ മുറിവുകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സ്പിരിറ്റ് ആണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ജീവനുള്ള വസ്തുക്കളുടെ ശരീരത്തിലുള്ള അണുവിമുക്തമാക്കാൻ അല്ലെങ്കിൽ
ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി, മൈക്രോ ഓർഗാനിസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ദേ ആർ യൂസ്ഡ് ആസ് ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അണുക്കളെ ഇല്ലാതാക്കുന്ന, കൊന്നുകളയുന്ന വസ്തുക്കളെയാണ് ആന്റിസെപ്റ്റിക്കുകൾ എന്ന് വിളിക്കുന്നത്. അത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. നിങ്ങൾക്ക് മാർക്കറ്റിൽ അതിന്റെ പേരെന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നല്ല, പെർഹൈഡ്രോൾ എന്നാണ് നമ്മുടെ മാർക്കറ്റിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ വിൽക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ സോഡിയം പെർബുറേറ്റ് എന്ന് പറയുന്ന കെമിക്കലിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പെർകാർബണേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് സിന്തസിസിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി ഡിറ്റർജന്റുകൾ, ക്വാളിറ്റി കൂടിയ ഡിറ്റർജന്റുകൾ ഉണ്ടാക്കാനും ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അവസാനത്തെ യൂസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ സിന്തസിസിന് വേണ്ടി, ടട്ടാറിക് ആസിഡിനെ കൃത്രിമമായി ഉണ്ടാക്കാൻ വേണ്ടി, ഫുഡ് പ്രോഡക്റ്റുകളെ കൃത്രിമമായിട്ട് ചില കോമ്പൗണ്ടുകളെ ഫുഡ് പ്രോഡക്റ്റുകളെ ഉണ്ടാക്കാൻ വേണ്ടി, ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസി അതായത് സെഫാലോസ്പോറിൻ പോലുള്ള മരുന്നുകൾ അതിനെ ഉണ്ടാക്കാൻ വേണ്ടി ഫാർമസി ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏതിനെ ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റി നോക്കേണ്ടത്. ഇവിടെ വളരെ വിശദമായി നിങ്ങൾ നോക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്റ്റോറേജ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റുമായിട്ടൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഫോക്കസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർ ചെയ്യുന്നത് വാക്സിലൈൻഡ് ബോട്ടിൽസിലോ അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിലോ ആണ്. എന്തുകൊണ്ട് എന്നാണ് അതിന്റെ ഉത്തരം മാത്രം വ്യക്തമായി നോക്കിക്കൊള്ളുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെഷനിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. കാരണം ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠത്തിന്റെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ചെയ്തു, ഹൈഡ്രജൻ കംപ്ലീറ്റ് ചെയ്തു, ഓർഗാനിക് കെമിസ്ട്രിയിലെ IUPAC നൈമിങ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ലിങ്ക് നിങ്ങളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുക. അത് ക്വസ്റ്റ്യൻസ്, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.